ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പഴയ സാരിയുടെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അതിനെ 4ആയിട്ട് മടക്കുക. ശേഷം നമുക്ക് തയ്ക്കാനുള്ള അളവ് തുണിയെ മറിച്ചിട്ട് ഇതുപോലെ അതിന് മുകളിലായിട്ട് 2ആയിട്ട് മടക്കി ഞാൻ ഇട്ടിട്ടുണ്ട്. അളവ് തുണിയിൽ നിന്നും ഒരല്പം മാറ്റിയിട്ട് നമുക്ക് ചോക്ക് കൊണ്ട് അടയാളപ്പെടുത്തി അതിനെ വെട്ടിയെടുക്കാം. ആ ഷേപ്പിനനുസരിച്ച് നമുക്ക് വെട്ടി മാറ്റിയെടുക്കാം. ഇതിൽ നടുക്ക് ഇലാസ്റ്റിക്കാണ് ഇട്ടിട്ടുള്ളത്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇലാസ്റ്റിക്കൊന്നും ഇട്ടിട്ടില്ല. പകരം മറ്റൊരു ബെൽറ്റ് ഉപയോഗിച്ചാണ് ഇത് ലാസ്റ്റ് ഫൈനൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ ഇലാസ്റ്റിക് ഇടാം, ഇല്ലെങ്കിൽ കുറച്ച് നന്നായിട്ട് തയ്ച്ചതിന് ശേഷം ഒരു ബെൽറ്റ് ഇട്ട് കൊടുത്താൽ മതിയാവും. കഴുത്തിൻ്റെ ഇവിടെ പോർഷനിൽ ഇതുപോലെ ചരിച്ച് തന്നെ വെട്ടിയെടുക്കേണ്ടതാണ്. അതിനുശേഷം ആ കഴുത്തിൻ്റെ പോർഷൻ വരച്ച് അതിനെ സെപ്പറേറ്റ് വെട്ടി മാറ്റുക. വെട്ടിയതിന് ശേഷം ഞാൻ അതുപോലെ ഒരളവ് കൂടെ വെട്ടിയെടുത്തിട്ടുണ്ട്. കാരണം 2 പീസ് നമുക്ക് വേണം, ഫ്രണ്ടിലും ബാക്കിലും വയ്ക്കാൻ. ഇത് ഒരു ഭാഗത്തേക്ക് മാത്രമാണ് എനിക്ക് തികഞ്ഞുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പീസ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വെട്ടിയ തുണികളെല്ലാം കൂടി ജോയിൻ ചെയ്ത് എടുക്കാം. ഇത് വളരെ സിമ്പിളാണ്. ഞാൻ ഈ മോഡലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, പക്ഷേ ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ടുണ്ട്. ഇത് വളരെ കുറച്ച് നിമിഷം കൊണ്ട് ചെയ്ത ഒരു ഡ്രസ്സാണ്. നമ്മുടെ ഡ്രസ്സ് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇട്ട് കണ്ടാലോ? വായോ. എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? എൻ്റെ മോൾക്ക് ഇത് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ട് കണ്ടാലോ? മറ്റൊരു ഡ്രസ്സിൻ്റെ ബെൽറ്റാണ് ഞാനിതിൽ വെച്ചിട്ടുള്ളത്. അതുകൂടെ വന്നപ്പോൾ ഈ ഒരു ഡ്രസ്സിന് വളരെ ഭംഗി ഉണ്ട്. ഈ ബെൽറ്റും നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ ബെൽറ്റ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണമേ. ഇനിയും ഇതുപോലെ ഈ മോഡൽ ഡ്രസ്സ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ്
സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ചെയ്യുക. പിന്നെ അടുത്തുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കൂടെ ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.